ഇത് നേരിട്ട് ഒരു സാമ്പത്തിക സഹായം നൽകാൻ തന്നെയാണ് പോകുന്നത്. അത് വേണമെങ്കിൽ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഒന്ന് അയച്ചു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരി നേരിട്ട് ചെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനിപ്പിക്കാനുള്ളൊരു അർഹതയുള്ള ആളാണ് ഞാൻ. കാരണം 20 വർഷമായിട്ട് ഇതേപോലെ പശുക്കളെ വളർത്തുന്ന ആളാണ് ഞാൻ. ഇതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. 22 പശുക്കളാണ് ഇതേപോലെ വിഷപരമായ എന്തോ അകത്ത് ചെന്ന് എന്റെ തൊഴുത്തിൽ മരണപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ അന്ന് ഞാൻ അനുഭവിച്ച വേദന, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ ഓരോ പശുക്കൾക്കും പേരിട്ട് വിളിക്കുന്ന എന്റെ ഭാര്യ അനുഭവിച്ച വേദന, ഞങ്ങൾ കരഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും കുട്ടികളുടെ അടുത്തൊരു 10 മിനിറ്റ് ഇരുന്ന് ആ കുട്ടികളെ സമാധാനിപ്പിക്കാനുള്ള ഒരു യോഗ്യതയുള്ള ആളാണ് ഞാൻ. അപ്പോ അത് മാത്രമല്ല, പെട്ടെന്ന് ഞങ്ങളുടെ ഒരു സിനിമയുടെ ഒരു ഫംഗ്ഷൻ നടത്താതിരിക്കുകയായിരുന്നു. നാളെ എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചും എല്ലാം ഒരു വലിയ രീതിയിൽ നടക്കാതിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അതിന്റെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു, നമുക്ക് എന്തിനാണ് ഫംഗ്ഷൻ, വേണ്ട, അത് വിട്ടേക്കാം. അതിന് വെച്ചിരുന്ന പൈസ ഉണ്ടായിരുന്നു, ഒരു 5 ലക്ഷം രൂപ. അത് ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അത് എന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമാണ്. ഈ സർക്കാരും ഈ ബന്ധപ്പെട്ട വകുപ്പുമൊക്കെ നല്ല രൂപത്തിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ നടത്തുന്നു എന്നതും പ്രധാനമല്ലേ ശ്രീ ജയറാം? തീർച്ചയായിട്ടും സാർ. 7 വർഷമായിട്ട് കേരള ഫീഡ്സിന്റെയും കന്നുകാലി വളർത്തലിന്റെയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷീരകർഷകരുടെയും ഒക്കെ അതൊരു ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് ചിഞ്ചുറാണി മാമിന്റെ കൂടെ, ഇപ്പോഴത്തെ മിനിസ്റ്റർ ചിഞ്ചുറാണി മാമിന്റെ കൂടെ സമ്പദ സഹചാരിയാണ് ഞാൻ. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ക്ഷീരകർഷകർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാനും എല്ലാം മാം എന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. പല സ്ഥലങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ മാമുമായിട്ട് ഞാൻ അവർ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്. അവരിപ്പോ ഒന്ന് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോവുകയും ചെയ്തു. അവർക്കൊരു പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ശ്രീ ജയറാം, ഈ കുട്ടിക്കർഷകരെ നേരത്തെ അറിയാമോ? പ്രത്യേകിച്ച് മാത്യുവിനെ. മാത്യു ഒരു വലിയ ഫൈറ്ററാണ്. എനിക്ക് അങ്ങനെ നേരിട്ട് പരിചയമില്ല സർ. എനിക്ക് ഇതേപോലെ കുഞ്ഞുങ്ങൾ ഒരുപാട് അറിയാം. ഈ പശുക്കളെ എന്റെ കുഞ്ഞുങ്ങൾ മതിയല്ലോ. കണ്ണനും ചക്കിയും കുട്ടിക്കാലം തൊട്ട് എന്റെ ഈ തൊഴുത്തിൽ ഓരോ പശുക്കൾക്കും പേര് വെച്ച് കൊണ്ട് അതിനെ കെട്ടിയിട്ട് എല്ലാം അവരാ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തുമാത്രം അടുപ്പമാണ് ഇതിനോട്. അപ്പൊ ആ കുട്ടികളുടെ വിഷമം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. വളരെ നന്ദി ശ്രീ ജയറാം, ഈ ഇടപെടലിന്, ആ കുട്ടികളെ പറ്റി ആലോചിച്ചതിന്, അവർക്ക് പണം നൽകാനെടുത്ത തീരുമാനത്തിന്, അവരെ നേരിട്ട് കാണാൻ കാട്ടുന്ന മനസ്സിന് വളരെ നന്ദി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.